PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പറേറ്റീവ് ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി, ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ എക്സാമുകൾക്ക് വേണ്ടി ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസ്റ്റിങ്ങിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റ് കൺട്രോൾ. ഡാഷ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റ് കൺട്രോൾ. ഉത്തരം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ, ഇൻവെൻറ്ററി കൺട്രോൾ ഇവയൊക്കെ. അപ്പം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ, ഇൻവെൻറ്ററി കൺട്രോൾ എന്നൊക്കെ പറയുന്നത് കോസ്റ്റ് കൺട്രോളിംഗ് ടെക്നിക്കുകളാണ്. എന്നാൽ മാർജിനൽ കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് കോസ്റ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടെക്നിക്കുകളാണ്. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓപ്പറേഷൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിലുള്ള പ്രോസസ് ആൻഡ് ടെക്നിക് ആണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റ് അസർട്ടൈൻമെൻറ്റും കോസ്റ്റ് കൺട്രോളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് ആണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ഇൻവെൻറ്ററി കൺട്രോളും ബഡ്ജറ്ററി കൺട്രോളും കോസ്റ്റ് കൺട്രോളിംഗ് ടെക്നിക്കുകളാണ്. രണ്ടാമത്തെ ചോദ്യം, എ സൈക്കിൾ മാനുഫാക്ചറിംഗ് കമ്പനി വിൽ ജനറലി യൂസ് ദ ഡാഷ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. A cycle manufacturing company will generally use the dash method of costing. ഉത്തരം മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. ഓരോ തരത്തിലുള്ള ഇൻഡസ്ട്രിയും അവരുടെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിന് പല മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം സൈക്കിൾ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്ന കോസ്റ്റ് കൺട്രോളിംഗ് ടെക്നിക് ഏതാണെന്നാണ് ചോദിച്ചത്. അത് മൾട്ടിപ്പിൾ ഓർ കോമ്പോസിറ്റ് കോസ്റ്റിംഗ് ആണ്. മൾട്ടിപ്പിൾ കോസ്റ്റിങ്ങിൻ്റെ മറ്റൊരു പേരാണ് കോമ്പോസിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് വെയർ എ നമ്പർ ഓഫ് കമ്പോണൻസ് ആർ സെപ്പറേറ്റ്ലി മാനുഫാക്ചേർഡ് ആൻഡ് ദെൻ അസംബിൾഡ് ഇൻ ടു എ ഫൈനൽ പ്രോഡക്റ്റ്. അതായത് ഒരു ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ചെറിയ ചെറിയ പാർട്ടുകളായിട്ടായിരിക്കും നമ്പർ ഓഫ് കമ്പോണൻസ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുകയും അത് അസംബിൾ ചെയ്തിട്ട് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയി മാറുകയും ചെയ്യുന്ന അത്തരം പ്രൊഡക്ഷൻസ് നടത്തുന്ന ഇൻഡസ്ട്രീസ് ആണ് ഈ മൾട്ടിപ്പിൾ ഓർ കോമ്പോസിറ്റ് കോസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. എ സൈക്കിൾ മാനുഫാക്ചറിംഗ് കമ്പനി വിൽ ജനറലി യൂസ് ദ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. അപ്പോൾ മൾട്ടിപ്പിൾ കോസ്റ്റിങ്ങിൻ്റെ മറ്റൊരു പേരാണ് കോമ്പോസിറ്റ് കോസ്റ്റിംഗ്. റെഫ്രിജറേറ്റർ, AC, കാറുകൾ ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്ട്രീസ് കോസ്റ്റിംഗ് ടെക്നിക്കായിട്ട് ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ ഓർ കോമ്പോസിറ്റ് കോസ്റ്റിംഗ് ആണ്. അടുത്ത ചോദ്യം, ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ. ഉത്തരം പ്രൈം കോസ്റ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസസും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതിനെ പ്രൈം കോസ്റ്റ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും കൂടെ കൂട്ടുന്നതിനെ ഓവർ ഹെഡ് എന്നാണ് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ പ്രൈം കോസ്റ്റ്. അടുത്തത്, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ് ഫോർ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ് ഫോർ. ഉത്തരം ഡിസിഷൻ മേക്കിംഗ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതാത് സമയത്ത് കറക്റ്റ് തീരുമാനമെടുക്കാൻ മാനേജ്മെൻറ്റിനെ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. ഡാഷ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിൽ ബി സ്യൂട്ടബിൾ ഫോർ ഓയിൽ റിഫൈനറീസ്. ഡാഷ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിൽ ബി സ്യൂട്ടബിൾ ഫോർ ഓയിൽ റിഫൈനറീസ്. ഉത്തരം പ്രോസസ് കോസ്റ്റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ടൈപ്പ് ഇൻഡസ്ട്രിയും ഓരോ ടൈപ്പ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടി. ഓയിൽ റിഫൈനറീസ് യൂസ് ചെയ്യുന്നത് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. അതായത് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ഡിഫറെൻ്റ് പ്രോസസ്സുകളിലൂടെയാണ് എങ്കിൽ അത്തരം പ്രൊഡക്ഷൻ നടത്തുന്ന ഇൻഡസ്ട്രീസ് ആണ് ഈ പ്രോസസ് കോസ്റ്റിംഗ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഇൻഡസ്ട്രി വെയർ പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ്, മാനുഫാക്ചറിംഗ് ഈസ് ക്യാരിഡ് ഓൺ ത്രൂ ഡിഫറെൻറ്റ് പ്രോസസ്. ദ ഔട്ട്പുട്ട് ഓഫ് ഈച്ച് പ്രോസസ് ബിക്കം ദ റോ മെറ്റീരിയൽ ഓഫ് ദ സബ്സിക്വൻറ്റ് പ്രോസസ്സ്. അതായത് ഫസ്റ്റ് പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അടുത്ത പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയൽ ആയിരിക്കും. ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻസ് നടത്തുന്ന ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് പ്രോസസ് കോസ്റ്റിംഗ്,
Process costing is applied in case of undertakings engaged in chemicals, oil, cement, flour mills, textiles, sugar, etc. അപ്പോൾ കെമിക്കൽസ്, ഓയിൽ, സിമെൻറ്റ്, ഫ്ലോർ മിൽസ്, ടെക്സ്റ്റൈൽസ്, ഷുഗർ ഇത്തരം ഇൻഡസ്ട്രീസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ്. അടുത്തത് 8/10/2024 നടന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെ 2 ചോദ്യങ്ങൾ നോക്കാം. The method of costing applicable to sugar industry. The method of costing applicable to sugar industry. നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഓപ്ഷൻസ് ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, പ്രോസസ് കോസ്റ്റിംഗ്. അടുത്തത് പീരിയഡ് കോസ്റ്റ് ആർ ഡാഷ് കോസ്റ്റ്. പീരിയഡ് കോസ്റ്റ് ആർ ഡാഷ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ്, പ്രൈം കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ഓവർഹെഡ്. ഉത്തരം ഏതാണ്? ഉത്തരം ഫിക്സഡ് കോസ്റ്റ്. പീരിയഡ് കോസ്റ്റിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ 3ആയിട്ട് തരംതിരിക്കാം. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റിനെ ടൈം കോസ്റ്റ് എന്നും പറയാറുണ്ട്. ഫിക്സഡ് കോസ്റ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ചേഞ്ച് ആകാത്ത കോസ്റ്റാണ്. അതായത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും ഫിക്സഡ് കോസ്റ്റിന് ചേഞ്ച് ഉണ്ടാവുകയില്ല. ഫിക്സഡ് കോസ്റ്റിനെയാണ് പീരിയഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് വേരിയബിൾ കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് പ്രോഡക്റ്റ് കോസ്റ്റ്. ദ കോസ്റ്റ് വിച്ച് വേരി ഇൻ ടോട്ടൽ ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു ദ വോളിയം ഓഫ് ഔട്ട്പുട്ട് ആർ നോൺ ആസ് വേരിയബിൾ കോസ്റ്റ്. ഇത് ഔട്ട്പുട്ടിൻ്റെ വോളിയത്തിനനുസരിച്ച് ചേഞ്ച് ആവുന്നു. ഔട്ട്പുട്ടിൻ്റെ വോളിയം കൂടുമ്പോൾ വേരിയബിൾ കോസ്റ്റും കൂടും. ഔട്ട്പുട്ടിൻ്റെ വോളിയം കുറയുകയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് കുറയും. അപ്പോൾ വോളിയം ഓഫ് ഔട്ട്പുട്ട് അനുസരിച്ച് ചേഞ്ച് ആവുന്ന കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ്. ഇതിനെ പ്രോഡക്റ്റ് കോസ്റ്റ് എന്നും പറയുന്നു. ശ്രദ്ധിക്കണം, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പീരിയഡ് കോസ്റ്റ് ആണ്. പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ആണ്. അടുത്തത് സെമി വേരിയബിൾ കോസ്റ്റ്. ദ കോസ്റ്റ് വിച്ച് ആർ പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ ആർ കോൾഡ് സെമി വേരിയബിൾ കോസ്റ്റ്. എക്സാമ്പിൾ ടെലിഫോൺ ചാർജസ്, ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി, റിപ്പയർ ചാർജസ് എക്സെട്ര. ഈ സെമി വേരിയബിൾ കോസ്റ്റ് മിക്സഡ് കോസ്റ്റ് എന്നും പറയാറുണ്ട്. അതായത് പകുതി ഫിക്സഡുമാണ്, പകുതി വേരിയബിളുമാണ്. ഉദാഹരണം ടെലിഫോൺ ചാർജസ്. ടെലിഫോൺ ചാർജസ് എല്ലാ മാസവും ഒരുപോലെ ആയിരിക്കില്ല, കൂടാം കുറയാം. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ്, അങ്ങനെ 1 പോർഷൻ ഫിക്സഡ് ആയിരിക്കും, 1 പോർഷൻ വേരിയബിൾ ആയിരിക്കും. അത്തരം കോസ്റ്റാണ് സെമി വേരിയബിൾ കോസ്റ്റ്. 2024 മെയ് 19 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കോസ്റ്റ് വിച്ച് ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ആർ കോൾഡ് ഡാഷ് കോസ്റ്റ്. കോസ്റ്റ് വിച്ച് ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ആർ കോൾഡ് ഡാഷ് കോസ്റ്റ്. ഓപ്ഷൻസ് പ്രോഡക്റ്റ്, വേരിയബിൾ, പീരിയഡ്, നൺ ഓഫ് ദിസ്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, പീരിയഡ് കോസ്റ്റ്. അതായത് പ്രൊഡക്ഷനുമായിട്ട് ബന്ധമില്ലാത്ത കോസ്റ്റാണ് പീരിയഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ്. ലെവൽ ഓഫ് ഔട്ട്പുട്ടുമായിട്ട് ഇതിന് ബന്ധമില്ല. ഫിക്സഡ് കോസ്റ്റിനെ ടൈം കോസ്റ്റ് എന്നും പറയാറുണ്ട്. ഓപ്ഷൻ എയും ബിയും സെയിം ആണ്. അതായത് പ്രോഡക്റ്റ് കോസ്റ്റിനെ തന്നെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഇത് 21/8/2022 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ഇൻ കോസ്റ്റ് ഡ്യൂ ടു ഡിക്രീസ് ഓർ ഇൻക്രീസ് ഓഫ് പ്രൊഡ്യൂസിങ് 1 യൂണിറ്റ് ഫ്രം ദ നോർമൽ പ്രൊഡക്ഷൻ. ഡിഫറൻസ് ഇൻ കോസ്റ്റ് ഡ്യൂ ടു ഡിക്രീസ് ഓർ ഇൻക്രീസ് ഓഫ് പ്രൊഡ്യൂസിങ് 1 യൂണിറ്റ് ഫ്രം ദ നോർമൽ പ്രൊഡക്ഷൻ. ഓപ്ഷൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി, മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള അഡീഷണൽ കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് ഈസ് ദ അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 അഡീഷണൽ യൂണിറ്റ്. ഇത് വേരിയബിൾ കോസ്റ്റിനോട് ഏകദേശം സെയിം ആണ്. എന്നാൽ ഒരു യൂണിറ്റ് എന്ന് പ്രത്യേകം പറയുന്നിടത്ത് മാർജിനൽ കോസ്റ്റ് ആണ് ഉത്തരം വരിക. ഡിഫറൻസ് ഇൻ കോസ്റ്റ് ഡ്യൂ ടു ഡിക്രീസ് ഓർ ഇൻക്രീസ് ഓഫ് പ്രൊഡ്യൂസിങ് 1 യൂണിറ്റ് ഫ്രം ദ നോർമൽ പ്രൊഡക്ഷൻ മാർജിനൽ കോസ്റ്റ് ആണ്. അടുത്തത് ദ വാല്യൂ ഓഫ് ബെനഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഈസ്. ദ വാല്യൂ ഓഫ് ബെനഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഈസ്. ഉത്തരം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് നേടാൻ വേണ്ടി മറ്റൊന്നിനെ സാക്രിഫൈസ് ചെയ്യുന്നു. സാക്രിഫൈസ് ചെയ്ത ഓൾട്ടർനേറ്റീവിൻ്റെ വാല്യൂ ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്.
സ്വന്തം ബിൽഡിങ് ഓണർ സ്വന്തം ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ആ ബിൽഡിങ്ങിന് കിട്ടാവുന്ന റെൻ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അടുത്തത് ബിൻ കാർഡ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ. ബിൻ കാർഡ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ. ഉത്തരം സ്റ്റോർ കീപ്പർ. ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റോർ കീപ്പറാണ്. ബിൻ കാർഡ് എന്ന് വെച്ചാൽ ദ ഡോക്യുമെൻറ്റ് ഷോയിങ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് മെറ്റീരിയൽസ് കെപ്റ്റ് ഇൻ ദ ബിൻ. EOQ മീൻസ് EOQ സ്റ്റാൻഡ്സ് ഫോർ ഉത്തരം എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ടു ബി പർച്ചേസ്ഡ് അറ്റ് വൺ ടൈം ടു ഒപ്റ്റിമൈസ് ദ കോസ്റ്റ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി refers to the quantity of materials to be purchased at one time to optimize the cost. അടുത്തത് the technique and process of ascertaining cost is. The technique and process of ascertaining cost is ഉത്തരം കോസ്റ്റിംഗ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, അലോക്കേറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് വേരിയസ് കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ ഓപ്പറേഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ് ഈസ് കോൾഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ്. Cost accounting is a process of recording, classifying, allocating and reporting various costs incurred in the operation of an enterprise. കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് സെൻറ്റർ ഈസ് എ ലൊക്കേഷൻ, പേഴ്സൺ ഓർ ഐറ്റം ഓഫ് ഇക്വിപ്മെൻറ്റ് ഫോർ വിച്ച് കോസ്റ്റ് മേ ബി അസർട്ടൈൻഡ് ആൻഡ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ലൊക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആവാം, ഐറ്റം ഓഫ് ഇക്വിപ്മെൻറ്റ്സ് ആവാം. ഏതിൻ്റെ കോസ്റ്റാണോ അസർട്ടൈൻ ചെയ്യേണ്ടത് അതാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് യൂണിറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഓർ ടൈം ഇൻ റിലേഷൻ ടു വിച്ച് കോസ്റ്റ് മേ ബി അസർട്ടൈൻഡ് ഓർ എക്സ്പ്രസ്ഡ്. കോസ്റ്റ് യൂണിറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഓർ ടൈം ഇൻ റിലേഷൻ ടു വിച്ച് കോസ്റ്റ് മേ ബി അസർട്ടൈൻഡ് ഓർ എക്സ്പ്രസ്ഡ്. കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്ക് കോസ്റ്റിങ്ങിൽ നിന്നും നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.